അമ്മേ, ഇവർക്ക് എന്തോ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. കഥ അറിയാതെ ആട്ടം കണ്ടത് നമ്മളാ. നന്ദനെ മാറ്റി നിർത്തിയതില് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നെന്ന് പോലും. ചതിയായിരുന്നു അമ്മയല്ല, നമ്മുടെ നന്ദനെ ചതിയിൽ പെടുത്തിയതാ. മോളെ, നന്ദനെ രക്ഷപ്പെടുത്താനല്ലേ ഇവിടെ എല്ലാരും ശ്രമിച്ചത്? രക്ഷപ്പെടുത്താനോ? രക്ഷിക്കാനാണെങ്കിൽ നല്ല ചോരയും നീരുള്ള ഏതെങ്കിലും ഗുണ്ടയല്ലേ കാവല് നിർത്തേണ്ടത്. ഇത് വയസ്സ് 1084. പണ്ട് ഏതോ പിള്ളേരെ കണ്ണുരുട്ടി പേടിപ്പിച്ചു കാണും. അതായിരിക്കും എസ്തപ്പന്റെ ചരിത്രം. എന്നിട്ടിപ്പോ ഇത്രയും ഭീഷണിയുള്ള ഒരാളെ എസ്തപ്പന്റെ വീട്ടിൽ കൊണ്ടേ പൊറപ്പിച്ചിരിക്കുന്നു. നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലായി ഗിരി. ഇവളാ എല്ലാത്തിനും പുറകില്. ഇവക്ക് നന്ദനെ ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാ മതിയെന്നായിരിക്കും. അതുകൊണ്ട് എളുപ്പ വഴിയിൽ കാര്യം സാധിച്ചെടുക്കാൻ കണ്ടുപിടിച്ച ആശയം ഇത്. കുറച്ചുകാലം അകന്നു നിന്നോ നന്നായി. അല്ലെങ്കിൽ പണ്ട് നമുക്ക് നന്ദനെ നഷ്ടപ്പെട്ടേനെ. വല്ല വിഷവും കലക്കി കുടിക്കാൻ കൊടുക്കാതെ ദൈവം കാത്തു. ചേച്ചി, പക്ഷേ ഇപ്പൊ എന്തോ ചതിയിലെപ്പെടുത്തി എന്റെ അനിയനെ ഇവൾ ഇല്ലാതാക്കി. അച്ഛാ, വേണ്ട. അച്ഛാ, ഞാൻ തോറ്റു നിൽക്കുന്നവളാ. ഇപ്പോഴത്തെ സംഭവത്തിൽ എനിക്കും അച്ഛനോ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒന്നും അർഹതയില്ല. പറയുന്നത് കേൾക്ക്, അതാ വിധി. നിന്റെ ഈ പൈങ്കിളി ഡയലോഗ് നിർത്ത്. നീ തോറ്റവും ജയിച്ചോന്ന് എനിക്ക് കേക്കണ്ട. എനിക്ക് എന്റെ അനിയനെ വേണം. രജനീച്ചി, അവൻ എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാ. ചേച്ചി, അമ്മേ, ആദ്യം ഇവള് നന്ദനെ മാറ്റി നിർത്തിയില്ലേ? അതുപോലൊരു നാടക ഇപ്പോഴൊന്നും എനിക്ക് തോന്നുന്നത്. ഡി, നിനക്കവനെ വേണ്ടായിരുന്നെങ്കിൽ ഡിവോഴ്സ് കൊടുത്തിട്ട് പോകാൻ പാടില്ലായിരുന്നോ? എന്റെ അനിയന്റെ ജീവനും ജീവിതവും ഒക്കെ എന്തിനാ ഇങ്ങനെട്ട് പന്ത് തട്ടുന്നേ? നീ ഒരു ഭാര്യയാണോ? എന്തിനാടി അവന്റെ ജീവിതത്തിലേക്ക് വന്നേ? എന്തിനാ? കൊല്ലാക്കൊല ചെയ്യാനോ?